അല്ലാതെ ആമന ആലിഹ അല്ല. ശരി, ബ അങ്ങനെ തന്നെയാണ്. ബാബ് ബാബ് അല്ലാതെ ബാബ് അല്ല. 20 അക്ഷരങ്ങൾ, കളർ ചെയ്യാത്ത 20 അക്ഷരങ്ങൾ എകാരത്തോടും ബാക്കിയുള്ളവ ഒകാരത്തോടും ചിരിച്ചു പറയണം. ഇത് വേഗം മനസ്സിലാകാൻ നമുക്കൊരു ഫത്ഹും അലിഫും കൊടുത്ത് നീട്ടി ഉച്ചരിക്കാം. ആ ബ ബ ത ത സ സ ജ ജ. മനസ്സിലായല്ലോ? നോക്കൂ. ബ ത സ ജ ഹ ഖ ദ ദ റ സ സ ഷ ص ض ط ض ع غ ف ق كلمن وهيا. എങ്ങനെ? അബത സജഹ ഖ. മനസ്സിലായല്ലോ? ദ ദ റ സ സ ഷ ص ض ط ض ع غ ف ق كلمن وهيا. ഇങ്ങനെ തന്നെ അക്ഷരങ്ങൾ പറയണം, ഇങ്ങനെ പാടി പഠിക്കണം. അപ്പോഴാണ് ഉച്ചാരണം ശരിയാവൂ. ഇതെന്തിനാണ് ഇങ്ങനെ പറയുന്നതെന്ന് അറിയോ? അക്ഷരങ്ങൾക്ക് സിഫത്തുകൾ കൂടി ഉണ്ടാകുമ്പോഴേ അക്ഷരം പൂർണ്ണമാവുള്ളൂ. ഹർഫിന് സിഫത്തുകൾ എന്നതൊന്നുണ്ടെങ്കിലേ ഖുർആൻ ഖിറാഅത്തായി ഗണിക്കൂ നിന്നിലേ. സിഫത്തുകൾ കൂടി വേണം. ഈ റൗണ്ട് ചെയ്ത അക്ഷരങ്ങൾ തഫ്ഖീമിന്റെ അക്ഷരങ്ങളാണ്, തടിപ്പിച്ചുച്ചരിക്കേണ്ടതാണ്. തടിപ്പിച്ചുച്ചരിക്കേണ്ട അക്ഷരത്തിന്റെ നടുവിൽ ഒരു നേർപ്പിച്ചുച്ചരിക്കേണ്ട അക്ഷരം വന്നാൽ, ഉദാഹരണം ഖലഖ ഖലഖ പോലെ ശ്രദ്ധിച്ചു പറഞ്ഞില്ലെങ്കിൽ ലാമിനും തടി വരും, എന്നിട്ട് ഖലഖ ആകും. ഖലഖ ഏതുപോലെ? ബിൽ ഖിസ്ത് എന്ന് പറഞ്ഞതുപോലെ. മുസ്തഖീം പറ്റില്ല. യാസീനിൽ 2 തടിയില്ലാത്ത അക്ഷരങ്ങളുടെ നടുവിൽ ഒരു തടിയുള്ള അക്ഷരം. വലൗ നശാഉ ലതമസ്നാ ലതമസ്നാ. അവിടെ വലൗ നശാഉ ലതമസ്നാ ലതമസ്നാ ലതമസ്നാ. നന്നായി ശ്രദ്ധിച്ച് അക്ഷരങ്ങൾ പറഞ്ഞാലേ ഇതെല്ലാം ശരിയാവൂ. അതുകൊണ്ട് അക്ഷരങ്ങളുമായി ബന്ധപ്പെട്ട ഒരൊറ്റ വിഷയമാണ് ഞാൻ പറഞ്ഞത്. നിർത്തുന്നു. ഈ കളർ ചെയ്ത 8 അക്ഷരങ്ങളുടെയും ഉച്ചാരണം ഫത്ഹാകുമ്പോഴും കസ്റാകുമ്പോഴും ദമ്മാകുമ്പോഴും ഒക്കെ ഇങ്ങനെയാണ്, അല്ലാത്ത അക്ഷരം അങ്ങനെയാണ്. ഈ അക്ഷരങ്ങൾ തന്നെ വ്യത്യസ്ത കാറ്റഗറിയിലുള്ളതാണ് എന്നൊക്കെ മനസ്സിലാക്കുക. ഇൻഷാ അല്ലാഹ് വിശദമായി നമുക്ക് പഠിക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.